ഹലോ എവരിവൺ, നമ്മുടെ കൂടെ ഒരു മിടുക്കൻ കുട്ടനും കൂടെയുണ്ട്. വേറെ ആരുമല്ല, ദേവനാരായണൻ. പുള്ളി എൻട്രൻസിൻ്റെ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ഭയങ്കര പ്രൗഡായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എക്സ്പീരിയൻസ് എന്താണ്, ഇപ്പോൾ എന്ത് ഫീലിങ്സ് ആണ് ചെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. യെസ്, എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷമുണ്ട്, പിന്നെ ഇവിടെ എല്ലാവരെയും കാണാൻ പറ്റിയുണ്ട്, സന്തോഷമുണ്ട്. ഇനി ബെർലിനിൽ നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ ഇത്രയും നല്ല ടീച്ചർമാരും സാറുമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെയിൻസ് അഡ്വാൻസ് നല്ല റാങ്ക് കിട്ടി. പിന്നെ കീമിനും ആണെങ്കിൽ 292 ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ കെമിസ്ട്രി ലാൽകൃഷ്ണ സാറ് കാരണമാണ് ഞങ്ങളുടെ ഓർഗാനിക് തന്നെ ഫുള്ള് കറക്റ്റായത്. പിന്നെ മാത്സ് ആണെങ്കിൽ മനു സാറ്, ഫിസിക്സ് എല്ലാ സാറുമാരും നല്ലതാണ്. വൈശാഖ് സാറ്, അങ്ങനെ സാറുമാരെല്ലാം നല്ല പഠിപ്പിക്കുന്നതാണ്. ഹൈബ്രിഡ് ബാച്ച് ആയിരുന്നല്ലേ പറഞ്ഞത്? അപ്പം സ്കൂളിലെയും ഇവിടുത്തെയും രണ്ടും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്? സാധാരണ പിള്ളേർ പറയുന്ന കേൾക്കാറുണ്ട്, സ്കൂളിലെ പഠിത്തം കുറച്ച് ബാക്കായി പോകും, ഇവിടുത്തെ നോക്കുമ്പോഴത്തേക്കിനും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിലും പിന്നെ അവസാനം ആകുമ്പോൾ കുഴപ്പമില്ല. രണ്ടും നമ്മൾ വ്യത്യാസമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. രണ്ടും സെയിം ആണെന്നുള്ള ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിട്ടുണ്ടോ? ഈ ലേണിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ? ഈ ലേണിംഗ് ആപ്പ് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ക്ലാസ് കിട്ടിയില്ലേ തന്നെ ഓൺലൈൻ കാണാം. പിന്നെ എക്സാം ഒക്കെ ഉണ്ടല്ലോ, എക്സാം അത് മതിയോ. പിന്നെ നല്ല ആപ്പാണ്. പിന്നെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. സെൻറ്ററിലാണെങ്കിൽ തന്നെ നമുക്ക് സംശയം ചോദിക്കാൻ സാറുമാർ എപ്പോഴും ഉണ്ടാവും. വീട് എവിടെയാണ് ദേവനാരായണൻ? വീട് ആലപ്പുഴ ചേർത്തലല്ലേ. ആലപ്പുഴയിൽ നിന്നും ഇവിടെ ബ്രില്യൻറ്റിൽ വന്ന് പഠിക്കാൻ എന്തുകൊണ്ട്? വൈ ബ്രില്യൻറ്റ്? ഇത് നമുക്കറിയാമല്ലോ, കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ ബ്രില്യൻറ്റ് തന്നെയല്ലേ. അമ്മയാണല്ലേ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മോൻ ഇത്രയും ഒരു അഭിമാന നിമിഷത്തിൽ വന്നെത്തി നിൽക്കുകയാണ്. മകനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ആദ്യം ഹൈബ്രിഡ് ബാച്ചിൽ ചേർത്തപ്പോൾ ഇങ്ങനെ ഇത്ര നല്ല റിസൾട്ട് നമ്മളൊരു പ്രതീക്ഷിച്ചില്ല. ഒരു ഫസ്റ്റ് ഇയറിൽ അത്ര ഒരു റാങ്കുകളൊന്നും വന്നില്ലെങ്കിലും പിന്നെ ആ വെക്കേഷൻ സമയത്ത് കൂടുതൽ ഹൈബ്രിഡിൽ തന്നെ കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോൾ കുറേ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല ടീച്ചേഴ്സും ഒക്കെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ വളരെ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെ അഡ്വാൻസിനൊക്കെ ക്വാളിഫൈഡ് ആയത് തന്നെ വലിയ സന്തോഷം. വീട്ടിലെങ്ങനെ തന്നെ പഠിച്ചോളൂ, അത് അമ്മ ഇങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഞാൻ എൻ്റെ +1 +2 ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഞാൻ കാസർഗോഡ് പ്രൊമോഷനായി കാസർഗോഡായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും തോന്നും. തനിയെ തോന്നിയുള്ള പഠിത്തമായിരുന്നു. അനിയൻ്റെ പേരെന്താ? ജഗന്നാഥൻ. ചേട്ടൻ ഇത്രയും വലിയൊരു പ്രൈസൊക്കെ കിട്ടി നിൽക്കുക, അനിയൻ എന്നാ തോന്നുന്നേ? ചേട്ടൻ നല്ലോണം പഠിച്ചു. ചേട്ടൻ ചില ദിവസങ്ങളിൽ 12 മണി വരെയൊക്കെ ഇന്ന് പഠിക്കുക, എന്നിട്ടാണ് പറയുന്നത്. ചേട്ടനെ പോലെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ചേട്ടൻ പഠിപ്പിച്ചു തരാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ, റെഡി ആയോ അഡ്മിഷൻ? ഇല്ല, ഇനി ജോസയുടെ 2 റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിൽ IIT-യുടെ അഡ്മിഷൻ നോക്കുമായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡ്രീമോ ഗോളോ, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും അംബീഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അംബീഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അംബീഷൻ ഇപ്പോൾ എനിക്കില്ല. എന്നാലും നമ്മളൊരു ജോലി എന്നതിനേക്കാളും കൂടുതൽ ഒരു സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ചെയ്യണമെന്നാണ് കുറച്ചുകൂടെ താല്പര്യം. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. കാര്യം ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലൊരു ഗോൾ അല്ലെങ്കിൽ അംബീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.